മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് പട്ടിക കൈമാറി. വിജ്ഞാപനം ഉടൻ തന്നെ ഉണ്ടാകും. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, എങ്ങനെ കാത്തിരുന്ന മന്ത്രിമാരുടെ വകുപ്പുകളിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. പ്രധാനമായും ഫിഷറീസ് വകുപ്പിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലുമായിരുന്നു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ലീഗിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയൊരു വിമർശനമൊക്കെ ഉയർന്നിരുന്നത്. ഇപ്പോൾ അതിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. വി ഡി സതീശൻ ഗവർണർക്ക് പട്ടികയും കൈമാറിയിട്ടുണ്ട്. വിജ്ഞാപനം ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ? അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി ലോക് ഭവനിലെത്തി മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇനി അതിൻ്റെ നടത്തിപ്പ് എന്നുള്ളത് കൃത്യമായും ഇനി ലോക് ഭവൻ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ ഈ പട്ടികയിൽ ഒപ്പുവെച്ചതിന് ശേഷം ഗസറ്റ് വഴി പൊതുവിജ്ഞാപനമായി ഇറക്കുന്നതോടുകൂടിയാണ് മന്ത്രിമാർ ഈ വകുപ്പുകളുടെ അധിപന്മാരായി മാറുന്നത്. നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്നത്, അതായത് ഒരു തർക്കം നിലനിന്നിരുന്നത് ഫിഷറീസ് വകുപ്പിൻ്റെ കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യത്തിലുമാണ്. അതിൽ ധാരണയായ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗ് ഏറ്റെടുക്കും, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസും. അതിനുശേഷം പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തമ്മിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മുഖ്യമന്ത്രി ധനം, തുറമുഖം, അതുപോലെ പൊതുഭരണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂടാതെ നിയമവും മുഖ്യമന്ത്രിയുടെ കൈവശമായിരിക്കും. മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന നിലയ്ക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT എന്നിവയുടെ ചുമതലക്കാരനാവും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആഭ്യന്തരവും ഒപ്പം തന്നെ വിജിലൻസും. റോജി എം ജോൺ ആയിരിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതുപോലെ റവന്യൂ മന്ത്രി സണ്ണി ജോസഫ്, കെ മുരളീധരൻ ആരോഗ്യം, അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട വകുപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സംബന്ധിച്ചിട്ടുള്ള മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് കൃത്യമായ വിവരം മുഖ്യമന്ത്രി തന്നെ നൽകും. ഇന്നത്തെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ മന്ത്രിമാരാരൊക്കെ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു വിവരം പുറത്തേക്ക് നൽകുക. സാധാരണ നിയമം അനുസരിച്ച് മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചതിന് ശേഷം അത് ഗവർണർക്ക് കൈമാറും. ഗവർണറാണ് പിന്നീട് വിജ്ഞാപനം ഇറക്കിയതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി വകുപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു പറയുക. എന്തായാലും ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തന്നെ ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകളാണ് എന്നുള്ള വിവരത്തിൽ ഒരു വ്യക്തത പുറത്തേക്ക് വരും. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിൽ തർക്കം നടന്നത് ഫിഷറീസ് വകുപ്പിൻ്റെ കാര്യത്തിലും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യത്തിലുമായിരുന്നു. ലത്തീൻ കത്തോലിക്ക സഭ പ്രധാനമായും പറഞ്ഞത് കോൺഗ്രസ് തന്നെ ഫിഷറീസ് വകുപ്പ് ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു. പക്ഷേ അത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ലീഗിന് നൽകിയിരിക്കുകയാണ്. പകരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റോജി എം ജോണിന് നൽകും. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് മാറും. നേരത്തെ പണ്ട് UDF, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്ന ഒറ്റ വകുപ്പ് മാത്രമായിരുന്നു. പക്ഷേ LDF അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പെന്നും രണ്ട് വകുപ്പുകൾ ആയി മാറപ്പെട്ടത്. എന്നാൽ തന്നെയും ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി വേണം എന്ന ലീഗ് ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസ് അത് വിട്ടു നൽകാൻ തയ്യാറായില്ല. പകരം ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകുകയായിരുന്നു. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫിഷറീസ് വകുപ്പ് കോൺഗ്രസിൻ്റെ കൈവശം വെക്കണം എന്ന് പ്രധാനമായും ലത്തീൻ കത്തോലിക്ക സഭ ഉന്നയിച്ച ആ വിഷയം കോൺഗ്രസിനകത്ത് ചില നേതാക്കന്മാരും ഉന്നയിച്ചിരുന്നു. ഫിഷറീസ് കൃത്യമായി നോക്കേണ്ടത് കോൺഗ്രസ് തന്നെ ആയിരിക്കണം എന്നൊരാവശ്യം കോൺഗ്രസിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. പക്ഷേ എല്ലാ അർത്ഥത്തിലും ഈ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം വകുപ്പുകൾ സംബന്ധിച്ചുള്ള ധാരണയിൽ എത്തിച്ചേർന്നതും ആ വകുപ്പുകൾ ഗവർണർക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് മന്ത്രിമാരുടെ എല്ലാം വകുപ്പുകൾ ഏകദേശം ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്ന വകുപ്പുകളിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കെ മുരളീധരൻ തന്നെയായിരിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. M ലിജു എക്സൈസ് വകുപ്പും ഒപ്പം തന്നെ സഹകരണ വകുപ്പും നോക്കും. കാരണം നേരത്തെ തന്നെ കോൺഗ്രസ് സഹകരണ വകുപ്പ് കൈവശം വയ്ക്കണം എന്നൊരു നിർദ്ദേശം കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും സഹകരണ ബാങ്കുകൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കേസുകളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സഹകരണ വകുപ്പ് കോൺഗ്രസിൻ്റെ കൈവശം തന്നെ വെക്കണം എന്നൊരാവശ്യം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. അതേസമയം യുവജനക്ഷേമ വകുപ്പ് OJ ജനീഷ് തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക.
പട്ടികവർഗ ക്ഷേമത്തിൻ്റെ അത് കെ തുളസി ആയിരിക്കും മന്ത്രി. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വകുപ്പുകൾ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. ഇതിൽ തർക്കം നിലനിൽക്കുന്ന വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ ധാരണ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അത് പ്രധാനമായും ഫിഷറീസ് വകുപ്പ് ലീഗിനും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസും ഏറ്റെടുത്തോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. പൂർണ്ണമായ ലിസ്റ്റ് അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തുവിടും. ശരി, വ്യക്തമാണ്. എന്തായാലും മന്ത്രിമാരുടെ വകുപ്പുകളിലൊക്കെ തീരുമാനമായിരിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് പട്ടികയൊക്കെ കൈമാറിയിട്ടുണ്ട്. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഉയർന്ന ഒരു ചോദ്യമായിരുന്നു മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ പ്രതിസന്ധികളൊക്കെ ഈ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ലീഗും കോൺഗ്രസും തമ്മിലായിരുന്നു ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി നിലനിന്നിരുന്നത്. എന്തായാലും ഈ ഒരു പ്രതിസന്ധികൾക്കെല്ലാം ഒരു പരിഹാരമായിരിക്കുന്നു. മന്ത്രിമാരുടെ വകുപ്പുകളിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് പട്ടികയും കൈമാറി. വിജ്ഞാപനം ഉടൻ തന്നെ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.